ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ട്രൂ ഫീലിങ്സ് ആണ്. അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അവർക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ്, ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ കരഞ്ഞു തൂങ്ങിയിരിക്കുന്ന ഒരു എനർജി അല്ല, മൊത്തത്തിൽ നല്ല മാറ്റം വന്നിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് നമുക്ക് 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോയ വ്യക്തികളാണെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മടുത്ത് ഇനി എനിക്കൊരു റെസ്റ്റ് വേണം എന്നൊക്കെ വിചാരിച്ച് ഒരു സെൽഫായിട്ട് അവരെ ഒന്ന് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്ന് അടങ്ങി ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഒരു അവരുടെ മൈൻഡ് ഇങ്ങനെ ഇനി ഡിസ്റ്റർബായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്കൊരു റെസ്റ്റ് വേണം, മൈൻഡിനും ബോഡിക്കും എല്ലാം ഒരു റെസ്റ്റ് വേണം, എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിലയിരുത്തിയിട്ട് എൻ്റെ മനസ്സിനൊരു ശാന്തത കൈവരുത്തണം എന്ന രീതിയിൽ ഒന്ന് കാമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവരിപ്പോൾ ആരുമായിട്ടും വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല എന്നാണ് കാണുന്നത്. ഇവർക്കിപ്പോൾ കൂടുതലും ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ കാണുന്നത് ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള, അതായത് ഒരു തനിയെ ഇരിക്കണം, ഒരു സോളിറ്റ്യൂഡ് എനർജി ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരുടെയും അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അവര് ആഗ്രഹിക്കുന്നില്ല. അവരുടേതായ ഒരു ലോകം, അതിനകത്ത് ഇരിക്കാനാണ് ഇവരിപ്പോൾ ഇഷ്ടപ്പെടുന്നത്. അതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ എനർജിയാണ്. അപ്പോൾ ഹാങ്ഡ് മാൻ എനർജി ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ പറയുമ്പോൾ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനോടൊപ്പം തന്നെ ഇവരുടെ കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഒരു അടുത്ത നെക്സ്റ്റ് വഴി എന്താണ്, ആ ഒരു വഴിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു വഴിയിലേക്ക് കൂടുതൽ റിസൾട്ട് വേണം, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് കൂടിയാണ്. അപ്പൊ ആ ഒരു ചിന്തയാണ് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് മെയിനായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എംപറർ കാർഡാണ്. അപ്പോൾ എംപറർ കാർഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൾറെഡി ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള, അതായത് ഫാമിലി മാൻ, അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ തിരിച്ചും ഭർത്താവ്, മക്കള് ഒക്കെയുള്ള ഒരു എനർജിയാണത്. കുറച്ച് പ്രായവും പക്വതയും ഒക്കെ വന്നു എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു എനർജി, ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർ അത്രയും ഒരു പക്വത കാണിക്കുന്ന ഒരു വ്യക്തികളല്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തികളല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ ഒരു പക്വത വന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല, നല്ല രീതിയിൽ മച്യൂർ ആകണം, എന്നാലേ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ ചിന്തിച്ചു. കാരണം ഇവരൊരു സ്ട്രോങ് ആയിട്ട് ഇവർക്ക് ഇപ്പോൾ ഒരു സമൂഹത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ. അപ്പൊ അവരുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും അവര് മാറ്റി വെച്ചിട്ട് ഒരു മാസ്ക് ഇട്ട പോലെ ഇങ്ങനെ എനിക്ക് വലിയ ഒരു കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇവരിപ്പോൾ നടക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു എനർജിയിൽ പറയാൻ പറ്റുക. അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നതും ഒരു ഹെർമിറ്റ് കാർഡാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 3 കാർഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മേജർ അർക്കാനാസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെർമിറ്റ് എനർജിയും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഒരു ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരോട് ഇടപഴകാനായിട്ട്
മടി തോന്നിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ മതി എൻ്റെ ലോകത്ത്, ഞാനിപ്പോൾ കംഫർട്ടബിൾ ആണ്. അതായത് ഇവർക്കിപ്പോൾ തോന്നുന്നത് ഇവർക്ക് എനിക്ക് പറ്റിയ വേറെ ആരുമില്ല, എന്നെ ഞാനാണ് മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട്, എനിക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള എനർജിയിലാണ്. ആരും എനിക്ക് വേറെ ഇല്ല, എനിക്കിനി ആരും വേണ്ട, ഞാൻ തന്നെ മതി, എനിക്ക് ബെറ്റർ ഇതാണ്, എനിക്ക് വിശ്വസിച്ചെടുത്തതിലൊക്കെ നല്ല ഒരു പരിഗണന കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിശ്വാസം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഒരു തരത്തിലുള്ള തോന്നലുകളാണ്. അതായത് അവരവിടെ ഒരു സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. അവരെ സ്വയം സ്നേഹിക്കാൻ നോക്കുന്നു, ഒരു സെൽഫ് ലവ് ഒക്കെ വരുന്നു എന്നതുപോലെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് ലെസൺസ് ഇവിടെ പഠിച്ചു കാണണം. അത് നമുക്ക് പറയാം. ഒരു ഹെർമിറ്റ് എനർജി ഒക്കെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് കൂടെ പോകുന്ന ഒരു വ്യക്തി, അവർ ഒരുപാട് ഒരു ലെസൺസ് ഇപ്പോൾ ലൈഫിൽ പഠിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും അത് എന്തൊക്കെ അതിൽ വന്നു, ഈ ഒരു പാളിച്ചകളൊക്കെ വന്നുപോയി, എന്തൊക്കെ കാര്യങ്ങൾ ഇനി തിരുത്താനുണ്ട്, അതിനുണ്ടായ ഒരു ലാഭനഷ്ടങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവർ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ആരോടും, ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ പോലും അവരോട് പോലും ഒന്നും തുറന്നു പറയാത്ത ഒരു എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നയൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ നയൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഓൾറെഡി ഒരു എക്സ്പോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ പ്രകാരം ഈ വ്യക്തി ഒരു ആലോചിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ നേടാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വരാൻ ആരോടെങ്കിലും ഒക്കെയോ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പല തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ഫൈറ്റ് ചെയ്ത് ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് വരാനായിട്ട് അവർ വളരെയധികം റെഡിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ തന്നെ ആയ ഒരു ഷെല്ലിലേക്ക് ചുരുങ്ങാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ഫീലിങ്സ് ആണ്. ആ ഒരു ഫീലിങ്സിലേക്ക് അവർ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു ഫീലിങ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഓർമ്മകൾ, നിങ്ങളുടെ ഒരു ഓർമ്മകളൊക്കെ വരുമ്പോൾ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇവർക്ക് അത് ആ ഓർമ്മകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകാനായിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് രീതിയിലുള്ള ചിന്തകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പ്രശ്നം. അത് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന വീൽ ഓഫ് ഫോർച്യൂൺ കാർഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇതൊരു സൈക്കിളാണ്. ഇപ്പോൾ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിനൊരു താഴ്ച ഉണ്ടാകും, അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ നിന്ന പൊസിഷനിൽ തന്നെ വന്നെത്തും എന്നുള്ള ഒരു എനർജിയാണ്. അപ്പം ലൈഫിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസ്, ഇത് രണ്ടും ഉള്ളതാണ്. എപ്പോഴും ഒരു സന്തോഷം, എപ്പോഴും അല്ലെങ്കിൽ ദുഃഖം എന്നുള്ളതല്ല, ഒരു മാറ്റം വരും എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാർഡാണ്. പക്ഷെ ഇവിടെ ഈ ഒരു കാർഡിന്റെ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു ഫീലിങ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്, ചില സമയത്ത് ഇവർക്ക് ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് തോന്നും, അല്ലെങ്കിൽ എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, എത്രയും വേഗം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കണം എന്നൊക്കെ ചിന്തിക്കും. ആ ഒരു സെയിം ടൈമിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കും. അല്ല, ഇത് ശരിക്കുള്ള ഒരു സമയമല്ല, ശരിയായ ഒരു സമയമൊന്നുമല്ല, ഇപ്പോൾ ഇതിനുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഇതിന് പറ്റുന്ന ഒരു അവസരമല്ല, അല്ലെങ്കിൽ ഞാൻ പോയപ്പോൾ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത്, അപ്പോൾ ഇനി ഞാൻ തിരിച്ചു വന്നാൽ ഇത് ഓക്കെ ആവില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ, അതായത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്. അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള കാർഡുകളിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ വ്യക്തിക്ക് ഒത്തിരി ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെടുക്കുന്നു, ഇനി നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോയോ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ഇവർ ആഗ്രഹിക്കും. അതുപോലെ ഇവർക്കൊരു ഹോപ്പ് ഉണ്ട്. ഇപ്പോൾ അവരുടെ മൈൻഡ് ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ അവരിലുണ്ട്. അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകളൊക്കെ പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു എംപറർ എനർജിയിൽ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ കണ്ടു. നല്ല ഗൗരവവും പക്വതയും ഒക്കെ ഒരു രീതിയിൽ നിന്ന പേഴ്സൺ പെട്ടെന്ന് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ മനസ്സ് ആ ഒരു സ്നേഹം കൊണ്ട് നിറയുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 17കാരൻ്റെ അല്ലെങ്കിൽ 17കാരിയുടെ എനർജിയാണ്. അതായത് മനസ്സുകൊണ്ട് അവർ അത്രയും ഒരു ചെറുപ്പമായി അല്ലെങ്കിൽ അത്രയും റൊമാൻറ്റിക് അവസ്ഥയിലേക്ക് നിഷ്കളങ്കരാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലേക്ക് അവർ മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ അവരൊരു പുതിയ ഓപ്പണിങ് അവർക്ക് നിങ്ങളുമായിട്ട് ചെയ്യണമെന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരൊരു മാസ്ക് ഇട്ട് ഇവിടെ നടക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപറർ എനർജി പുറത്ത് കാണിക്കുന്നു, പക്ഷെ ഉള്ളിലുള്ളത് ഇതാണ്. അതുപോലെ നമുക്കിവിടെ വാൻസിന്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പുതിയ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥകൾ വന്നു പോയല്ലോ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയല്ലോ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു തുടക്കം ഇവിടെ ഉള്ളപ്പോൾ തന്നെ വേഗം ഒരു കപ്സിന്റെ എനർജിയാണ് പിന്നെ വന്നിരിക്കുന്നത്. അതായത് ഇതിനിപ്പോ നമ്മളൊരു ഫീലിങ്സ് എടുക്കുകയാണല്ലോ, അപ്പൊ ഇവിടെ ഒരു മനസ്സിന്റെ ഒരു കൺഫ്യൂഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ രണ്ട് സൈഡുകളുണ്ട് ഇതിന്. അതേസമയം തന്നെ കുറച്ചൊരു സ്പിരിച്വൽ വേയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫീലിങ്സ് ആണ് ഇനി പക്കായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള മൈൻഡ് അവർക്ക് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് അതിനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു മൈൻഡ് അവർക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്കിവിടെ കപ്സിന്റെ എനർജി കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ പല കാര്യങ്ങളും ചെയ്തു പോയി, പല തെറ്റുകളും ചെയ്തു പോയി, അല്ലെങ്കിൽ പല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു പോയി. ഇതൊക്കെ അവരെ ഒത്തിരി അധികം വിഷമിപ്പിക്കുന്നുണ്ട്. അവർ അതിനെയൊക്കെ ഓർത്തിട്ട് നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നതിനെ ഓർത്തിട്ട് അവർ ഒത്തിരി അധികം വിഷമിക്കുന്നു. ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് ചില കുറ്റബോധങ്ങളൊക്കെ അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു പേടി ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമോ എന്ന് മനസ്സുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലേ, എനിക്ക് എപ്പോഴും ഈ ഒരു ചിന്ത തന്നെയാണ്, എനിക്ക് ഇതിൽ നിന്ന് മാറിപ്പോയാൽ കൊള്ളാം എന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സെയിം ഫീലിങ്സ് അതാണ് ഇവർ ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫിയർ ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്കൊരു പേടിയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ പിന്നെ വന്നിരിക്കുന്ന ഒരു കിങ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 10 ഓഫ് സോഡ്സ്, ശേഷം കിങ് ഓഫ് പെന്റക്കിൾസ്. അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഫീലിങ്സുകളൊക്കെ അവർക്ക് വരുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു പേടി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്നാൽ ഇതിലെ ഒക്കെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവര് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാം, നല്ല രീതിയിൽ ചിന്തിക്കും കുറച്ച് സമയം. അതിനുശേഷം ഇവർ ചിന്തിക്കും ഓക്കെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാം എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ഒരു മെസ്സേജ് അയച്ചാലോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷം അപ്പോൾ ആ സെയിം സെക്കൻഡിൽ തന്നെ വേണ്ട എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്ന എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊക്കെ ഒന്ന് അറിയാം, അവർ വഴി എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഒക്കെ നടത്തി നോക്കിയാലോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്ന കാർഡുകളിലെല്ലാം തന്നെ ഒരു റീകൺസിലേഷൻ കാർഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ഏജ് ഓഫ് സോഴ്സിന്റെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അത് അവരൊന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരിത് ഉൾവലിഞ്ഞു നിൽക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ആ ഒരു ഫിയറും ആൻസൈറ്റിയും ഒക്കെ കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര മെയിൻ ആയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് അവരിലേക്ക് പോയ വ്യക്തികളായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒത്തിരി ഈഗോസ് ഒക്കെ കാണിച്ച് ഷോ ഓഫ് ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ആ ഒരു ചളുപ്പ് കൊണ്ടായിരിക്കാം അവർ കുറച്ചൊന്ന് ഉൾവലിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈഗോ ഉള്ള വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു, ഇപ്പോഴും അവർക്ക് ആ ഒരു ഈഗോയൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഈഗോ ഹർട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അതും ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഇവര് ഉൾവലിഞ്ഞു നിൽക്കാനുള്ള ഒരു കാര്യം. കാരണം ഈഗോ ഹർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു നാണക്കേടാണ്. നമുക്ക് ഓൾറെഡി ഒരു ഹെർമിറ്റിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. കാരണം അവരെ കുറിച്ച് ഷൈ ആയിട്ടുള്ളത് പോലെയാണ് ഇപ്പൊ നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർക്കിപ്പോൾ പോകണം, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോലും അവരത് കാണിക്കില്ല. കാരണം അതൊരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു നാണക്കേട്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മുന്നിൽ അവർക്കൊരു നാണക്കേട്, നിങ്ങളുടെ അടുത്ത് വരാനുള്ള നാണക്കേട്, അതൊക്കെ കൊണ്ട് അവര് അങ്ങനെ നിൽക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും കാർഡ്സിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ നമുക്കറിയാം ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഒരു കാർഡാണ്. അതായത് അവരുടെ ഒരു പെയിനിന്റെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺഫ്യൂഷൻ, അവരുടെ ആ വിഷമത്തിന്റെ ഒരു ഇന്റൻസിറ്റി ആണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ ഇവിടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അവർ ഉൾവലിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. ബ്ലാക്ക് വഴി കാണിച്ചു തരുന്നത് അതാണ്. അത്രയും അധികം ഒരു പെയിൻ അവർ ചില നിമിഷങ്ങളിൽ അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം സ്ട്രെസ്, പെയിന് ഒക്കെ അവർക്കുണ്ട്. നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയത് ആലോചിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല, പക്ഷെ ഏത് സമയത്ത് എനിക്കിതൊക്കെ തോന്നിയത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ആ ഒരു എനർജിയാണ്, വല്ലാത്തൊരു ചിന്തകളിലൂടെ അവർ കടന്നു പോവുകയാണ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹൃദയവേദന ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടേതായിട്ടുള്ള ഒരു കരിയർ, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ വഴി നോക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്കൊന്ന് മുന്നേറണം എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട് മനസ്സിൽ. അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളത്തെ പോലെ ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാർഡ് ഒന്നുമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്കൊരു പെന്റക്കിൾസിന്റെ എനർജി ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ഫീലിങ്സ് ആണ് അവർക്ക്. നോക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഇവിടെ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഒരു റീകൺസിലേഷൻ കാർഡ് ആയിട്ട് നമുക്കിത് പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും ഇതിന്റെ ഒരു ലാസ്റ്റിൽ വരുന്ന കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ടെമ്പറൻസ് കാർഡാണ്. ഒരു ടെമ്പറൻസ് കാർഡ് പറയുമ്പോൾ ഒരു തരത്തിൽ പറയുമ്പോൾ അതൊരു സോൾ കണക്ഷൻ കാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവരിപ്പോ ഒരു ബാലൻസിങ്ങിലേക്ക് പോവുകയാണ്. സമൂഹത്തിന്റെ മുന്നിൽ ആണെങ്കിലും, അല്ലെങ്കിൽ ആരുടെ മുൻപിൽ ആണെങ്കിലും ഒരു ബാലൻസിങ്, അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളും ആരെയും അറിയിക്കാതെ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സ്റ്റേജിലാണ് അവർ ഇരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഹാർമണി, ഒരു ബാലൻസിൽ പോകണം എന്നുള്ള ഒരു മീനിങ്ങും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ വളരെ ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു പുതിയ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് വളരെ ആലോചിച്ചതിന് ശേഷം. പക്ഷെ അതിനു മുൻപായിട്ട് ഈ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുമ്പോൾ ഇവർക്ക് ചില പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ട് ഒരു പ്രോഗ്രസ് വേണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവരൊരു ഈഗോയിസ്റ്റിക് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ വിഷമം ഉണ്ടെങ്കിലും കരഞ്ഞ് നിലവിളിച്ച് വരാനായിട്ട് അല്ലെങ്കിൽ നിൽക്കാനായിട്ട് ഇവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ഫിസിക്കൽ ബോഡിയും മൈൻഡും അത് ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു സ്റ്റാർ
ഓക്കെ, ആ ഒരു പദവിയിലേക്കൊക്കെ വരണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അതായത് ഒരു എന്താണ് ഇപ്പൊ പറയാ, നിങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ഒക്കെ വരുമ്പോൾ ഇവര് ഒട്ടും കുറഞ്ഞു പോയ ഒരു താഴ്ന്നു നിൽക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. ഒരു സ്റ്റാർ പദവിയിൽ നിൽക്കണം, അങ്ങനെ വേണം. അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഇവർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ലൈഫിൽ മാറ്റം വരുത്തണം. ചിലപ്പോൾ കരിയർ ആയിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ജോലിയിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ഉയർന്നു വരണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണമെന്നായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ അവർ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് വേണം ഇവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴുള്ള ഒരു ട്രൂ ഫീലിങ്സ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്രേസ് ഓൺ വെഹിക്കിൾസ് എന്നാണ് നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഫെബ്രുവരി എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2023 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറകുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാകാൻ ചാൻസ് ഉണ്ട്. ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരോ പഠിക്കുന്നവരൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് പിന്നീട് വരുന്നത്. ഓക്കെ, 1981 നമുക്ക് കിട്ടുന്നു. നമ്പർ 8 റൈഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 40 റെഡ് കളർ, കെയറിങ്, ഹിയറിംഗ് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ലൈഫ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 49 കണ്ണൂർ ജില്ല എന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2003 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 23 കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ലോങ് ഡിസ്റ്റൻസിലാകാനുള്ള ചാൻസ് ഉണ്ട്. 11 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട്. 1998 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ്. മ്യൂസിക്കിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1995 എന്ന് പറയുന്ന വർഷവും കിട്ടുന്നുണ്ട്. ലെറ്റർ ഐ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.